തമിഴ്നാട്ടിൽ വിജയ് എത്തിയതോടെ ഓരോ നിർണായകമായ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് വിദ്യാലയങ്ങൾ എന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇടമാണെന്നും അവിടെ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി മാത്രമാണ് വിദ്യാർത്ഥികൾ വരുന്നതെന്നും നിങ്ങൾ വെറുതെ അവരുടെ ഭാവി നശിപ്പിക്കരുതെന്നാണ് വിജയ് സർക്കാർ ഇപ്പോൾ പറഞ്ഞത്. അതായത് വിദ്യാലയങ്ങളിൽ ഇനി അവിടെ രാഷ്ട്രീയം വേണ്ട എന്ന് നിർണായകമായ ഒരു തീരുമാനമാണ് തമിഴ്നാട് സർക്കാർ എടുത്തിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഓരോ പാർട്ടിയുടെയും രാഷ്ട്രീയ കൊടി വിദ്യാലയങ്ങളുടെ അതായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും കെട്ടാറുണ്ട്. അവരുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ ഉൾപ്പെടെ കെട്ടാറുണ്ട്. അതൊന്നും തന്നെ ഇനി വേണ്ട. സ്കൂളുകളിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് പഠനത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സുകൾ അല്ലെങ്കിൽ ബാനറുകൾ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതി. രാഷ്ട്രീയത്തിന്റെ ഒരു അവശേഷം പോലും ഇനി സ്കൂളുകളിൽ ഉണ്ടാകരുത് എന്നാണ് വിജയ് സർക്കാർ ഇപ്പോൾ ഒരു നിർണായകമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു സർക്കുലർ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പൂർണ്ണമായി വിലക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ അവരവരുടെ രാഷ്ട്രീയ ഓഫീസുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ആസ്ഥാനത്ത് മാത്രം കഴിഞ്ഞുകൂടുക, കൊച്ചുകുട്ടികളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴിക്കുന്ന ആ പ്രവണത ഇനി നിർത്തണമെന്നാണ് വിജയ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതായത് സ്റ്റാലിൻ ഭരിച്ചിരുന്ന സമയത്ത് സ്കൂളുകളിലടക്കം ഈ ഓരോ പാർട്ടികളുടെയും കൊടികൾ അല്ലെങ്കിൽ അവരുടെ തോരണങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സുകളൊക്കെ ഈ സ്കൂളിന്റെ പുറത്ത് ഒക്കെ ഇങ്ങനെ അലങ്കരിക്കുന്ന ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ വിജയ് സർക്കാർ ഒരു തടയിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എ രാജ്മോഹൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിന് വേണ്ടി ഉള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉള്ളത് അല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായി തന്നെ ആ സർക്കുലറിൽ പറയുന്നത്. സ്കൂളുകളിൽ രാഷ്ട്രീയ കൊടികൾ ഒന്നും തന്നെ പാടില്ല എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ പലതവണ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിരീക്ഷിച്ചതാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പരിപാടികൾ മാത്രമേ ജനപ്രതിനിധികൾ ഇനി സ്കൂളിൽ കാലുവെക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല സ്കൂളിലേക്കും ക്ലാസ് മുറിയിലേക്കും പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ അനുവദിക്കണമെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോൾ വിദ്യാഭ്യാസ ദിനമോ അല്ലെങ്കിൽ അധ്യാപക ദിനമോ അല്ലെങ്കിൽ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടക്കണമെങ്കിൽ മാത്രമേ ഇനി ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് ബാധകമുള്ളൂ എന്നാണ് പറയുന്നത്. അതിപ്പോൾ AIDMKക്കോ അല്ലെങ്കിൽ DMKക്കോ മാത്രമല്ല TVKയിലെ നിലവിൽ ഇപ്പോൾ വിജയ് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അതിന് വിദ്യാഭ്യാസവുമായി ബന്ധമുള്ള ഒരു പരിപാടി ആയിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കിയ സർക്കുലർ ഇപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്കൂളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഈ സർക്കുലർക്ക് വിധേയമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത്. സ്കൂളുകൾ പഠനത്തിന് വേണ്ടിയുള്ള സ്ഥലമാണെന്നും ആരെയും അമിതമായി പുകഴ്ത്താൻ വേണ്ടിയുള്ള സ്ഥലമല്ലെന്നാണ് സർക്കുലറിൽ പറയുന്നത്. അതായത് സ്കൂളുകളിൽ രാഷ്ട്രീയ പരിപാടികൾ വെച്ചുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ വാർഡ് കൗൺസിലറെയോ ഒക്കെ പുകഴ്ത്തുന്ന ഒരു ഇടമായി സ്കൂള് മാറരുത് എന്നാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു വേദിയാണ് റോഡുകളും അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസുകളും അല്ലെങ്കിൽ വാർത്താ സമ്മേളനമൊക്കെ നടത്തി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വേണമെങ്കിൽ പുകഴ്ത്തിക്കോളൂ. പക്ഷേ കുട്ടികളുടെ മുന്നിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി സർക്കുലറിൽ പറയുന്ന അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം. ക്ലാസ് മുറികളും സ്കൂളുകളുടെ പരിസരവും രാഷ്ട്രീയ നേതാക്കളുടെ ജന്മദിന ആഘോഷിക്കുന്നത്, അതായത് അവരുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറരുത്. അതിനെല്ലാം കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഉത്തരവിലുള്ളത്. സർക്കാർ സ്കൂളുകളിൽ നടത്തുന്ന ഏത് പരിപാടികളും നിഷ്പക്ഷതയുടെയും വിദ്യാഭ്യാസപരമായ പ്രസക്തിയുടെയും തത്വങ്ങൾ പാലിക്കുന്നതായിരിക്കണമെന്ന് ഉത്തരവിൽ കർശനമായി തന്നെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തിന് മുക്തമാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും ഉത്തരവിൽ പറയുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനായി മുഴുവൻ രക്ഷിതാക്കളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രഭേദമന്യേ സഹകരിക്കണമെന്നാണ് മന്ത്രി എ രാജ്മോഹൻ സർക്കുലറിൽ ആവശ്യപ്പെടുന്നത്. അടുത്തിടെ വ്യവസായ മന്ത്രി എസ് കീർത്തന സർക്കാർ സ്കൂളിൽ നടത്തിയ സന്ദർശനത്തിനിടെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തെ ചോദ്യം ചെയ്തത് വിമർശനത്തിന് വഴിവെച്ചിരുന്നു. വിരുദ്ധനഗറിലെ ഗേൾസ് ഹൈസ്കൂളിൽ മന്ത്രി നടത്തിയ സന്ദർശനമാണ് ഒരു വിവാദത്തിന് തിരിവെച്ചത്. കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ മറുപടി നൽകാൻ പ്രാവീണ്യമില്ലാത്തതിന് കാരണം മുൻ സർക്കാരും ഗവൺമെന്റ് സ്കൂളുകളെ അവഗണിച്ചതിന്റെ തെളിവാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. ഇതോടെ മന്ത്രി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ അപമാനിക്കുന്നുവെന്ന് DMK വിമർശിച്ചിരുന്നു. ഇതിനു പുറമെ TVK പ്രവർത്തകർ സ്കൂളിൽ പ്രവേശിക്കുകയും ക്ലാസ് തടസ്സപ്പെടുത്തിയതും വലിയൊരു വിവാദമായി മാറി.
മുഖ്യമന്ത്രി വിജയുടെ ചിത്രവുമായി ക്ലാസ് മുറിയിൽ പ്രവേശിച്ച 20ഓളം പ്രവർത്തകർ ചിത്രത്തിലുള്ളത് ആരാണെന്ന് പറയാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്ന റീല് സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമായി മാറുന്ന ഒരു കാഴ്ചയുണ്ടായി. ആ TVK പ്രവർത്തകർ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വ്യാപകമായ ഒരു വിമർശനത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജ്മോഹൻ ഈ ഒരു നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്കൂളുകളിൽ ഇനി ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രത്തിലെ മുതിർന്ന നേതാക്കളോ ആരും തന്നെ സ്കൂളിന്റെ പടി ചവിട്ടരുത് എന്നൊരു കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ കുട്ടികൾക്കുള്ളതാണ്. ഇനി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തകർ സ്കൂളിലേക്ക് ചെന്നാൽ മതി എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.